24 റൗണ്ടപ്പ് തുടങ്ങുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വാർത്തകൾ. കള്ളവോട്ട് പരാതികൾ പെരുകുന്നു. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. കണ്ണൂരിലെ വീട്ടിലെ വോട്ടിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തു. ആൾമാറാട്ടം നടത്തി വോട്ട് രേഖപ്പെടുത്തിയെന്ന പരാതിയിലാണ് നടപടി. BLO K ഗീത, പോളിംഗ് ഓഫീസർ ജോസ്ന ജോസഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. LDFന്റെ പരാതിക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. സജോ, ഈ കണ്ണൂരിൽ വീട്ടിലെ വോട്ടിൽ അതിൽ ക്രമക്കേട് നടത്തിയെന്ന പരാതി ഉണ്ടായിരുന്നു. അതിലിപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരിക്കുകയാണല്ലോ പോലീസ്. എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? എന്താണ് ഈ സംഭവത്തിന്റെ മറ്റു വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ജില്ലാ വരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിക്ക് ആധാരമായ സംഭവം LDFന്റെ പരാതിയാണ്. അതായത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ കണ്ണൂർ അസംബ്ലി മണ്ഡലം, അതിൽ 70-ാം നമ്പർ ബൂത്തിൽ ആൾമാറാട്ടം നടന്നു. വീട്ടിലെ വോട്ടിനിടെ ആൾമാറാട്ടം നടന്നു. UDF ആഭിമുഖ്യമുള്ള UDF അനുഭാവിയായ BLO ഈ ആൾമാറാട്ടത്തിന് കൂട്ടുനിന്നു എന്നതായിരുന്നു പരാതി. അതായത് K കമലാക്ഷി എന്ന 85 വയസ്സുകാരിക്ക് പകരം വോട്ട് ചെയ്തത് V കമലാക്ഷി എന്ന് പറയുന്ന മറ്റൊരാളാണ്. അതായത് ഇക്കാര്യത്തിൽ ഒരു ആൾമാറാട്ടം നടന്നു എന്നതായിരുന്നു LDFന്റെ പരാതി. പ്രാഥമികമായി ജില്ലാ വരണാധികാരിയുടെ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ട്, ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും പിന്നാലെ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കാരണം ഇക്കാര്യത്തിൽ ഒരു ക്രിമിനൽ ഒഫൻസ് കൂടിയുണ്ട്, ആൾമാറാട്ടം നടത്തി എന്നതാണ്. അതിന്മേലാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ BLO K ഗീത, ഒപ്പം പോളിംഗ് ഓഫീസറായ ജോസ്ന ജോസഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. FIR-ൽ പറയുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ കടമ നിറവേറ്റുന്നതിൽ വീഴ്ച സംഭവിച്ചു, ഒപ്പം ആൾമാറാട്ടത്തിന് കൂട്ടുനിന്നു എന്നതാണ് ഈ FIR-ൽ പറയുന്ന കാര്യം. അതായത് നിയമവിരുദ്ധമായ ഉണ്ടായ ആൾമാറാട്ടം എന്ന പരാതി തന്നെയാണ്. അതിന്മേൽ കേസെടുത്തു തുടർ നടപടികളിലേക്ക് പോകും. ജനപ്രാതിനിധ്യ നിയമമാണ്, ഒപ്പം കള്ളവോട്ടടക്കമുള്ള ഈ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഉപവകുപ്പുകൾ കൂടിയും ഇതിൽ ചുമത്തിയിട്ടുണ്ട്. അതായത് കള്ളവോട്ടിനെ പിന്തുണയ്ക്കുക, കൂട്ടുനിൽക്കുക തുടങ്ങി കാര്യം, ആൾമാറാട്ടത്തെ പിന്തുണയ്ക്കുക, ഒപ്പം ജനപ്രാതിനിധ്യ നിയമം, ഈ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ആദ്യം കല്യാശ്ശേരിയിലാണ് ഒരു പരാതി ഉയർന്നു വരുന്നത്. അതായത് അവിടെ ദേവി എന്ന 92 വയസ്സുകാരിയുടെ വോട്ട് CPIMന്റെ ബൂത്ത് ഏജന്റ് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഗണേശൻ ആ ഘട്ടത്തിൽ രഹസ്യമായി നടത്തേണ്ട വോട്ടിങ്ങിനിടെ ഇടപെട്ടു എന്നതായിരുന്നു പരാതി, അല്ലെങ്കിൽ ക്രമവിരുദ്ധമായി ഇടപെട്ടു എന്നതായിരുന്നു ആദ്യം ഉയർന്ന പരാതി. അതിന് പിന്നാലെയാണ് ആ കാര്യത്തിൽ LDF ആണ് പ്രതിസ്ഥാനത്ത്, അല്ലെങ്കിൽ അവിടെ ക്രമവിരുദ്ധമായി ഇടപെട്ട് വോട്ടിങ്ങിനെ സ്വാധീനിച്ചു എന്നതായിരുന്നു പരാതി. അതിന്മേലും 5 ഉദ്യോഗസ്ഥരെ ജില്ലാ ഭരണാധികാരി സസ്പെൻഡ് ചെയ്യുകയും ഗണേശൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെയും പ്രതിയാക്കി കണ്ണപുരം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കണ്ണൂരും കോഴിക്കോടും സമാനമായ ഈ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിൽ ക്രമക്കേട് എന്ന പരാതി ഉയർന്നു വരുന്നത്. രണ്ടിടത്തും, കണ്ണൂരിലും കോഴിക്കോടും, ആൾമാറാട്ടം നടത്തി എന്ന പരാതിയാണ് ഉയർന്നു വന്നത്. അത് പ്രാഥമികമായി അങ്ങനെ നടന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് രേഖപ്പെടുത്തേണ്ട, യഥാർത്ഥത്തിൽ ലിസ്റ്റിൽ പേരുള്ള, അപേക്ഷ നൽകിയ ആൾക്ക് പകരം സമാന പേരുള്ള മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തിയെന്ന സംഭവമാണ് രണ്ടിടത്തും ഉണ്ടായത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരിയിലെ വോട്ട് അസാധുവാക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ക്രിമിനൽ കേസിലേക്ക് പോയി. ഇവിടെയും ഇനിയും മറ്റെന്തെങ്കിലും വോട്ടിലേക്ക് പോവുക എന്നത് പ്രായോഗികമല്ല, വോട്ട് അസാധുവാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയായിരിക്കും. ഒപ്പം ക്രിമിനൽ വകുപ്പുതല അന്വേഷണവും ത്തിന്റെ ഭാഗമായുള്ള സസ്പെൻഷൻ ഉണ്ട്. ഒപ്പം ക്രിമിനൽ നടപടിയും, അതായത് കേസ് അന്വേഷണം ഉൾപ്പെടെ ക്രിമിനൽ കേസും അക്കാര്യത്തിൽ തുടരുകയും ചെയ്യും. പക്ഷേ വ്യാപകമായ പരാതി ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ കർശന ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് ഇതിനകം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിമർശനങ്ങൾ ഏറ്റെടുത്ത് പ്രിയങ്ക ഗാന്ധിയും.
BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിയായ കൊടകര കള്ളപ്പണ കേസിൽ പിണറായി വിജയൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും മുഖ്യമന്ത്രിയുടെ പേര് കേട്ടിരുന്നെങ്കിലും നരേന്ദ്രമോദി ഒരു നടപടിയും സ്വീകരിച്ചില്ല. നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാതെ കോൺഗ്രസിനെയും തന്റെ സഹോദരനെയുമാണ് പിണറായി വിജയൻ വിമർശിക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കുറ്റപ്പെടുത്തി. Like in a football match, when you have a compromised player, you can't win the match. In the same way, your CM is compromised. He only attacks my brother and the Congress party. He never attacks the BJP. Have you ever thought about it? His name came up in so many scams, Life Mission and Gold Scam and so many scams. But how come Mr. Narendra Modi's government, the BJP government, never put cases on him, never did any raids on him, no action has been taken on him? Kerala BJP president was caught with crores during the election, no action was taken on him. മലപ്പുറം തിരൂരങ്ങാടിയിൽ LDF-ന് വോട്ട് അഭ്യർത്ഥിച്ച് പരസ്യം പ്രസിദ്ധീകരിച്ച സമസ്ത മുഖപത്രമായ സുപ്രഭാതം കത്തിച്ച് പ്രതിഷേധം. പത്രം കത്തിച്ചത് മുസ്ലിം ലീഗാണെന്ന് LDF സ്ഥാനാർത്ഥി KS ഹംസ ആരോപിച്ചു. തനി കാടത്തം എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ മുഖപത്രം എന്ന അതിൻ്റെ ജിഹ്വയാണ് അല്ലേ? ആ സംഘടന കത്തിക്കുന്നതിന് തുല്യമല്ലേ അത്? ഇതിൽ സാധാരണ ലീഗറൊന്നും ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇതിൽ പുതിയ ലീഗിൻ്റെ നേതൃത്വം എന്നല്ലോ ഈ മൂലധന ശക്തികൾ അതിൻ്റെ ആധിപത്യത്തേക്ക് വന്നു. ഒരു അധോലോക നായകന്മാർ സംഘടന ഭരിക്കാൻ തുടങ്ങി. എന്നാൽ ആരോപണം മുസ്ലിം ലീഗ് നിഷേധിച്ചു. പത്രത്തെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് SKSSF-ഉം ആരോപിച്ചു. പണം കൊടുത്താണ് പരസ്യം നൽകിയതെന്നും അന്തസ്സായി രാഷ്ട്രീയം പറയാൻ കെൽപ്പില്ലാത്തവരാണ് പത്രം കത്തിച്ചതെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം പ്രതികരിച്ചു. ഈ പത്രം ഇന്ന് രാവിലെ കത്തിച്ചു. ഈ പത്രങ്ങൾക്കൊന്നും കത്തിക്കലില്ല. കത്തിക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. കത്തിക്കുന്നത് ആരായിരിക്കും? ഈ നിലപാടിനോട് രാഷ്ട്രീയമായ വൈരാഗ്യമുള്ള ആ രാഷ്ട്രീയ എതിർപ്പുകൾ ആശയപരമായി അന്തസ്സായി പറയാൻ കെൽപ്പില്ലാത്ത ശക്തികളായിരിക്കും. അത് കോൺഗ്രസ് ആകാം, ലീഗാകാം, BJP ആകാം, ആരുമാകാം. ഇതാണ് തിരഞ്ഞെടുപ്പിൻ്റെ 6 ദിവസം ബാക്കിയുള്ളപ്പോൾ കേരളത്തിലെ സ്ഥിതി. അതിനിടെ താൻ സമസ്തയുടെ ആളാണെന്നും ലീഗ് അനുഭാവിയാണെന്നും പറഞ്ഞ് പത്രം കത്തിച്ച നെച്ചിക്കാട് സ്വദേശി കോമുക്കുട്ടി ഹാജി രംഗത്ത് വന്നു. LDF-ന്റെ പരസ്യം വന്നതിലുള്ള പ്രതിഷേധമായാണ് പത്രം കത്തിച്ചതെന്ന് കോമുക്കുട്ടി ഹാജി പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് ആ പേപ്പർ ഞാൻ കത്തിക്കാണെങ്കിൽ മുന്നേ തന്നെ ഞാൻ വായനശാല പോയി. കൊടിഞ്ഞിൽ കൊറ്റങ്ങാടി ഒരു വായനശാലയുണ്ട്. എല്ലാ പേപ്പറും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി കാണാൻ നോക്കിയപ്പോൾ സുപ്രഭാതത്തിലല്ലാതെ ഒരു പേപ്പറിനും ഈ പരസ്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം പിടിച്ചു. കാരണം നമ്മൾ സമസ്തക്ക് വേണ്ടിയിട്ട് എല്ലാം അനുഭവിക്കണ്, എല്ലാം ചെയ്യണ്. തങ്ങന്മാരും മുത്തുകോതങ്ങളെയും സാധിക്കലങ്ങളൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ പെട്ടെന്നൊരു പ്രഷർ കാരണത്താൽ ഈ പേപ്പർ വേണ്ട എന്നാണ്ട് കത്തിച്ചു. അതിൽ കത്തിച്ചത് വേറൊരാളാണ്. അവന് ഒരു LDF-ൻ്റെ ആളാണ്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, ഈ സുപ്രഭാതം കത്തിച്ച സംഭവത്തിൽ യഥാർത്ഥത്തിൽ ആരുടെ കൈകളാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഇപ്പോൾ ഹംസയുടെ ആരോപണം അത് ലീഗുകാരാണ്, അല്ലെങ്കിൽ ലീഗിൽ ഉള്ള എന്നാൽ അതിൽ മറ്റൊരു ഗ്രൂപ്പാണ് ഇത് കത്തിച്ചതെന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവം? മലപ്പുറത്ത് ഞങ്ങളുടെ പ്രതിനിധി സമീർ ബിൻ കരീമാണ്. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ വാർത്തയിലേക്ക് കിടക്കുമ്പോൾ ആദ്യം നമ്മളോടൊപ്പം ഉള്ളത്. ഇത് സുപ്രഭാതം പത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുകയാണ്. സമീർ അതിന്റെ വിശദാംശങ്ങൾ നൽകാനെത്തുന്നത്. സമീർ, ഈ സുപ്രഭാതം പത്രം കത്തിക്കാനിടയായ സാഹചര്യം എന്താണ്? ഇതിന് പിന്നിൽ ലീഗാണെന്ന് ആരോപിക്കുകയാണല്ലോ TK ഹംസ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെയോടുകൂടി അല്ലെങ്കിൽ ഇന്നത്തെ സുപ്രഭാതം പത്രത്തിലാണ് നിലവിൽ LDF-ന് തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഒരു പരസ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് കണ്ട തിരുരങ്ങാടി സ്വദേശിയായിട്ടുള്ള കോമുകുട്ടി ഹാജി എന്ന് പറയുന്നയാൾ പ്രതിഷേധത്തെ തുടർന്ന് ഈ പത്രം കത്തിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയത്. അതിന് കാരണമായി പറയുന്നത് ഭൂരിപക്ഷം സമസ്ത അണികളും മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. ഇങ്ങനെയൊക്കെ ആയ ഒരു സമസ്ത മുഖപത്രം എന്തുകൊണ്ട് LDF-ന്റെ പ്രചാരണ പരസ്യം കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ തുടർന്ന്
തുടർന്ന് ഇന്ന് രാവിലെയോട് കൂടി തന്നെ പത്രം കത്തിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവ്യാപകമായി പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സമസ്തയിലെ ഒരു വിഭാഗം പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ഇത് ലീഗ് പ്രവർത്തകർ ഈ സമസ്തയുടെ മുഖപത്രം കത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ള തരത്തിൽ വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് കോമുകുട്ടി ഹാജിയുടെ പ്രതികരണം താൻ സമസ്ത പ്രവർത്തകനാണ്, അതോടൊപ്പം തന്നെ ലീഗ് അനുഭാവി കൂടിയാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമായി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഹംസ പ്രതികരിക്കുന്നത് മുസ്ലിം ലീഗാണ് ഈ പത്രം കത്തിച്ചതിന് പിന്നിലൊന്നും, മുസ്ലിം ലീഗ് ഒരു സംഘടനയുടെ പ്രവർത്തനം ഒരു പത്രം കത്തിക്കുക എന്നുള്ളത് പ്രതിഷേധാർഹമാണെന്നും കാടത്തമാണ് എന്നുള്ളതുമാണ് കെ എസ് ഹംസയുടെ പ്രതികരണമായി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും കടുത്ത അതിർത്തിയിലാണ്. കാരണം പ്രത്യേകിച്ച് ഭൂരിപക്ഷം സമസ്ത അണികളുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷം മുസ്ലിം ലീഗ് അണികളുള്ള സമസ്തയുടെ മുഖപത്രത്തിലാണ് ഇത്തരത്തിൽ LDFന്റെ പ്രചരണ പരസ്യം ഒന്നുള്ളത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ അതിർത്തിക്കിടയാക്കിയിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സുപ്രഭാതത്തിൽ മാത്രം ഇന്ന് ഈ പരസ്യം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി സമീർ, ഞാൻ അതിനിടയിൽ ഒരു തിരുത്ത് വരുത്തട്ടെ. ഞാൻ നേരത്തെ TK ഹംസ എന്ന് തെറ്റിപ്പറഞ്ഞതാണ്. LDF സ്ഥാനത്ത് KS ഹംസയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സമീർ ബിൻ കരീം ഞങ്ങളുടെ പ്രതിനിധിയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വ്യക്തിഹത്യയിൽ പതറില്ലെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഒരു സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട്. വ്യാജ ID ഉണ്ടാക്കി തെറിവിളി നടത്തി പിന്നീട് ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ബന്ധപ്പെട്ടവർ തടയുന്നില്ല എന്നും എത്ര നുണ പ്രചരിപ്പിച്ചാലും വടകരയിലെ ജനത്തിന് തന്നെ അറിയാമെന്നും KK ശൈലജ പറഞ്ഞു. ഞാനത് സഹികെട്ടിട്ട് പറഞ്ഞു പോയതാണ്. ഞാനത് നെഗ്ലക്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ആദ്യം അവഗണിച്ചേക്കാം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം. പക്ഷേ സഹിക്കാവുന്നതിനൊരു പരിമിതിയില്ലേ കൂട്ടരെ. മുമ്പൊക്കെ ചിലപ്പോൾ ചിലതെല്ലാം ഭരിച്ചിട്ടുണ്ടാവണം, അതായിരിക്കും നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക. എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ, അത് യാതൊരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ എത്ര നുണ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചാലും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ നിങ്ങളുടെ ഒരു നുണയും എടുക്കാൻ പോകുന്നില്ല. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ വോട്ടറാണ് ജ്യോതി ആംഗെ. മഹാരാഷ്ട്രയിൽ ഇന്നലെ നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ നാഗ്പൂരിൽ നിന്ന് ജ്യോതി വോട്ട് രേഖപ്പെടുത്തി. നാഗ്പൂരിലെ വീട്ടിൽ 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ജ്യോതി ജനാധിപത്യത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയാണ്. നാഗ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെക്കാൾ ഏറെ പ്രശസ്തയായ, ഒരുപക്ഷെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വോട്ടറെ കാണാനാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ദത്ത നഗറിലാണ് എത്തിയിട്ടുള്ളത്. 256 നമ്പർ വീട്ടിൽ ഒരാളുണ്ട്, പേര് ജ്യോതി ആംഗെ. അകത്ത് ചെന്ന് നമുക്ക് ആളെ ഒന്ന് നേരിൽ പരിചയപ്പെടാം. വരും. രാവിലെ തന്നെ അമ്മയോടൊപ്പം പോയി വോട്ട് ചെയ്ത് വന്നതാണ് ജ്യോതി. കയ്യിലെ മഷി അഭിമാനത്തോടെ ക്യാമറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടി. एक हमारे वोट करने से क्या हो जाएगा, लेकिन ऐसे बोलने से नहीं होता है. वो तो सबको ही बोलते हैं, लेकिन हमारे एक वोट से ही हम एक अच्छा नेता चुन के लेके आते हैं और उसी के वजह से हमारे सारे काम होते हैं, हमारी सिटी अच्छी बनती है, हमारा देश अच्छा होता है. ഉയരം 24 ഇഞ്ച്. പക്ഷേ ഉയരക്കുറവിലും ലോകം കീഴടക്കുകയാണ് ഈ കലാകാരി. ഹോളിവുഡിൽ വരെ എത്തിയ ജ്യോതി ഉടൻ യൂറോപ്യൻ പര്യടനത്തിന് ഒരുങ്ങുകയാണ്. तमिलनाडु केरला तो नहीं आई, लेकिन मुझे आना है. तो मैं बेंगलोर में मैंने मूवी की थी और कोयम्बटूर में भी मैंने एक शॉर्ट मूवी की थी. तो मैं केरला साइड मतलब केरला तो नहीं आई. അച്ഛനും അമ്മയുമാണ് വീട്ടിൽ ഒപ്പമുള്ളത്. തന്നോട് ആളുകൾ കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി. കേരളത്തിലേക്കും ഒരിക്കൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. मुझे लोगों से बहुत ज़्यादा प्यार मिलता है. लोग मुझे इतना प्यार करते हैं कि जब मैं बाहर जाती हूँ तो मतलब बहुत सारे लोग आ जाते हैं सेल्फी लेने के लिए, वीडियोस बनाने के लिए. और मुझे मतलब इंस्टाग्राम पे, फेसबुक पे, हर जगह पे लोग फॉलो करते हैं. വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വാർത്തയിലേക്ക് വീണ്ടും. PVR ഗ്രൂപ്പും സിനിമാ നിർമ്മാതാക്കളും വിതരണക്കാരുമായുള്ള പ്രശ്നത്തിൽ ചർച്ചയിൽ പരിഹാരമായി. കൊച്ചി ഫോറം മാളിലും കോഴിക്കോട്ടുമുള്ള PVR സ്ക്രീനുകളിൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കും. വെർച്വൽ പ്രിന്റ് ഫീയെ ചൊല്ലിയാണ് നേരത്തെ PVR മലയാള സിനിമ ബഹിഷ്കരിച്ചത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, ഈ PVR തർക്കം എങ്ങനെയാണ് ഒത്തുതീർപ്പായത്? ഗോപികൃഷ്ണൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിതരണക്കാരും PVRും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മലയാള സിനിമ പ്രദർശനം ബഹിഷ്കരിച്ചതിൽ നിന്ന് PVR പൂർണ്ണമായും പിന്മാറിയിരിക്കുന്നു. കൊച്ചിയിലെ ഫോറൻ മാളിലും
അതോടൊപ്പം കോഴിക്കോടുള്ള PVR സ്ക്രീനുകളിലും ഇന്നു മുതൽ മലയാള സിനിമ പ്രദർശിപ്പിക്കും എന്നാണ് ഈ മീറ്റിംഗിൽ എടുത്ത തീരുമാനം. ഇത് സംബന്ധിച്ച് PVR ഗ്രൂപ്പും സിനിമാ നേതാക്കളും തമ്മിൽ കാര്യമായ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സിനിമ പ്രദർശിപ്പിക്കാൻ നിർമ്മാതാക്കളിൽ നിന്ന് ഈടാക്കുന്ന വിർച്വൽ പ്രിന്റ് ഫീയെ ചൊല്ലിയായിരുന്നു നേരത്തെ തർക്കം ഉണ്ടായിരുന്നത്. ഈ തർക്കം ഏറെക്കുറെ പരിഹരിച്ച പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ മലയാള സിനിമകൾക്ക് പൂർണ്ണ രീതിയിൽ, അതായത് എല്ലായിടത്തും PVRന്റെ എല്ലാ സ്ക്രീനിലും മലയാള സിനിമകൾ പ്രദർശിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് ഇന്ന് എത്തിയത്. ഗോപികൃഷ്ണൻ. വിഷ്ണു സുരേഷാണ് വിവരം നൽകിയത് കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ ലഭിച്ചേക്കും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, എന്താണ് പുതിയ കാലാവസ്ഥ പ്രവചനം? ഗോപികൃഷ്ണൻ, സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം പരക്കെ വേനൽമഴ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ വേനൽമഴ ലഭിച്ചേക്കും. ഈ മഴയ്ക്കുള്ള പ്രത്യേകത ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ദുരന്ത നിവാരണ അതോറിറ്റി ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് മറ്റ് തടസ്സങ്ങളില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേനൽമഴ തുടരും എന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് താപനില ഉയർന്നു തന്നെ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് 24-ാം തീയതി വരെ പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴയിൽ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയത്തും എറണാകുളത്തും മലപ്പുറത്തും കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ദിവസങ്ങളിൽ താപനിലയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഗോപി. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. 24 റൗണ്ടപ്പാണ് പ്രേക്ഷകർ കണ്ടത്.